ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിന്റെ സിലബസിലെ രണ്ടാമത്തെ മോഡ്യൂളിലെ മെട്രിക്സ് എന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ഐഗൺ വാല്യൂസ് എന്നൊരു സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇതുവരെ ഐഗൺ വാല്യൂസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മിസ്സാക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ക്ലാസ്സിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, HSA മാത്തമാറ്റിക്സിനായുള്ള 7th ബാച്ച് ആചാര്യ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ ആചാര്യ അക്കാഡമി ആപ്പ് വഴിയുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. അതിന് പുറമെ ക്ലാസ്സിൻ്റെ PDF സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് അഡീഷണൽ ആയിട്ട് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ്, പിന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും ഓൺലൈൻ ടെസ്റ്റുകൾ, ഇതെല്ലാം അവൈലബിൾ ആണ്. വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഒരു ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ്സിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും ഒരു മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഐഗൺ വാല്യൂ എന്താണെന്ന് അറിയുന്നതിന് മുൻപായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെക്ക് ചെയ്തപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ മലയാളം വേർഡൊന്നുമില്ല. ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് തന്നെ മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടേമൊന്നുമില്ല. പിന്നെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചോളൂ. കാരണം മലയാളം വേർഡ്സ് ചിലപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വയ്ക്കുക. പക്ഷേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് അത് മലയാളത്തിലായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഐഗൺ വാല്യൂസിൻ്റെയും മലയാളം വേർഡൊന്നുമില്ല. ഇതിന് മലയാളത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി കണ്ടിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് A be a square matrix of order n, then the equation determinant A minus I lambda equal to 0 is called characteristic equation. അതായത് A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, n ഓർഡർ വരുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് A എന്ന് പറയുന്നത്. ദെൻ ഡിറ്റർമിനൻ്റ് A മൈനസ് I ലാംഡ ഈക്വൽ ടു 0 ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിറ്റർമിനൻ്റ് A മൈനസ് I ലാംഡ. ഇവിടെ I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതായത് മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 1 ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഏതെന്ന് പറയുന്നത്? I എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു മെത്തേഡല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. വളരെ ട്രിക്ക് ആയിട്ടുള്ള മെത്തേഡ്സ് ഐഗൺ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനും അതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒരു 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. നോക്കൂ, 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ് ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു 0. ഇതാണ് 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ട്രൈസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ സമ്മാണ് ട്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 3x3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ് ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ലാംഡ സ്ക്വയർ പ്ലസ് A11 പ്ലസ് A22 പ്ലസ് A33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോ, ലാംഡ ക്യൂബിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? കോയിഫിഷ്യൻറ്റിൻ്റെ സൈൻ എന്താ? 1 ആണ്. സോറി, പ്ലസ് 1 ആണ്, പ്ലസ് ആണ്. ലാംഡ സ്ക്വയർ ആണെങ്കിൽ അവിടെ മൈനസ് ആണ്. എഗെയിൻ ലാംഡയുടെ സൈൻ എന്ന് പറയുന്നത്, കോയിഫിഷ്യൻറ്റിൻ്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ദെൻ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുക. ഡിഗ്രി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് വരുന്നത്. ഒരു 3x3 മെട്രിക്സിൻ്റെ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി 3 ആയിട്ടുള്ളൊരു പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2x2 മെട്രിക്സ് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിഗ്രി 2 ആയിട്ട് വരുന്നതും 3x3 മെട്രിക്സ് ആണെങ്കിൽ ഡിഗ്രി 3 ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് ഐഡിയ കിട്ടും.
ഓക്കെ, അപ്പോൾ 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് ക്ലിയർ ആയല്ലോ. ഇതിൽ A11 A22 എന്നുള്ളത് അഡ്ജോയിൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഐഗൻ വാല്യൂ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഐഗൻ വാല്യൂവിൻ്റെ മലയാളം ഐഗൻ വാല്യൂ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് കോൾഡ് ഐഗൻ വാല്യൂസ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ റൂട്ട്സിനെയാണ് എന്ത് പറയുന്നത്? ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സിന് വാല്യൂ ഫൈൻഡ് ചെയ്യില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്? ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാന്നുള്ളത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്നുള്ളത്. ഇനി അതിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ടിനെയാണ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഐഗൻ വാല്യൂസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം കേട്ടോ. ഫോർ എ ട്രയാങ്കുലർ മെട്രിക്സ് ഓർ ഡയഗണൽ മെട്രിക്സ്, ഐഗൻ വാല്യൂസ് ആർ ദി മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്. ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ, ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, അപ്പർ ട്രയാങ്കുലറോ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലറോ ആയിരിക്കാം, അത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മാത്രമേ എലമെൻറ്റ്സ് വരികയുള്ളൂ, അത്തരത്തിലുള്ള മെട്രിക്സിനാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവയുടെ എല്ലാം മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഇപ്പോൾ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ് ഉണ്ടല്ലോ, ഇതായിരിക്കും ഇവിടുത്തെ ഐഗൻ വാല്യൂസ്. ഏതൊക്കെയാണ്? 1 2 3. ഓക്കെ, 3x3 മെട്രിക്സിന് 3 ഐഗൻ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് തരുന്നതെങ്കിൽ, ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മാത്രമേ എലമെൻറ്റ്സ്, അതായത് നോൺ സീറോ എൻട്രീസ് ഡയഗണലിൽ മാത്രമേ വരികയുള്ളൂ. ബാലൻസ് ഉള്ള എൻട്രീസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ഓക്കെ, ദെൻ അടുത്തത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ, ഇപ്പോൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഡയഗണലിലും അതിന് താഴെയുമായിരിക്കും നോൺ സീറോ എൻട്രീസ് വരുന്നത്, ബാക്കി എല്ലാ എൻട്രീസും 0 ആയിരിക്കും. ഇത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ലോവർ ട്രയാങ്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഡയഗണലിലും അതിന് താഴെയുമായിട്ടായിരിക്കും നോൺ സീറോ എലമെൻറ്റ്സ് വരുന്നത്, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 എലമെൻ്റ് ആയിരിക്കും. ഇതിനാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. ഇവിടെ മെയിൻ ഡയഗണലിൽ 1 2 1. ഇനി നമുക്ക് അപ്പർ ട്രയാങ്കുലർ നോക്കാം. അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും? മെയിൻ ഡയഗണലിലും അതിന് മുകളിലുമായിട്ടായിരിക്കും എന്ത് വരുന്നത്? നോൺ സീറോ എൻട്രീസ് വരുന്നത്. ബാലൻസ് ഉള്ള എൻട്രീസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്തരത്തിലുള്ള മെട്രിക്സ് ആണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിലും ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഇവിടെ 3 6 2 1 ഇവയാണ് ഐഗൻ വാല്യൂസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ദെൻ പിന്നെന്താ? ഡയഗണൽ മെട്രിക്സ്, ഡയഗണലിൽ മാത്രം നോൺ സീറോ എൻട്രീസ് വരുന്ന മെട്രിക്സ്. ഇതിൻ്റെ കേസിലൊക്കെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അങ്ങനെയുള്ളൊരു മെട്രിക്സ് ആണ് തരുന്നതെങ്കിൽ പിന്നെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് ആണ്. എപ്പോഴും ഐഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഐഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? ട്രൈസിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സം ഓഫ് ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐഗൻ വാല്യൂസിൻ്റെ തുക എന്ന് പറയുന്നത് ട്രൈസിനും ഐഗൻ വാല്യൂസിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് വാല്യൂവിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നോക്കൂ, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടെത്തുക. ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ് ഫോർമാറ്റ് വരുന്നത്? ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 അല്ലേ? ഇവിടെ ട്രൈസ് എന്താണ്? ട്രൈസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സിന് സമ്മാണ് ട്രൈസ്, അതായത് 1 + 1 എന്ത് വന്നു? 2 വരും. ഇനി ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്ന് അറിയില്ല. ഇങ്ങനെ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 × 1 1 എഴുതുന്നു, മൈനസ് അടുത്ത ഡയഗണൽസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 × 2 4 എന്ന് എഴുതുന്നു, 1 - 4 എന്ത് വരും? -3 എന്ന് വരും.
അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ -3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് അല്ലേ, ട്രൈസ് ഇവിടെ 2 ആണ്, 2 ലാംഡ -3 = 0 എന്ന് കിട്ടും. നോക്കൂ, ഓക്കെ, ട്രൈസ് ഇവിടെ 1 + 1 2 ആണ്. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 × 1 -2 × 2 ആണ്, -3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ -2 ലാംഡ -3 = 0 എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുന്നത്. ഇനി ഐഗൻ വാല്യൂസ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, നോക്കൂ, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. സെയിം മെട്രിക്സ് തന്നെയാണ്, അതിൻ്റെ ഐഗൻ വാല്യൂസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഏതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ലാംഡ സ്ക്വയർ -2 ലാംഡ -3 = 0 എന്നാണ്. ഇതിന് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അതായത് ലാംഡ സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു ലാംഡ പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് = 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാംഡയുടെ കോയിഫിഷ്യൻ്റ് ആണ് എന്ത്? സം ഓഫ് റൂട്ട് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചോ, സൈൻ ശ്രദ്ധിക്കുക. -2 ലാംഡയാണ് മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു ലാംഡയ്ക്ക് ഈക്വൽ. ദെൻ അങ്ങനെയെങ്കിൽ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് കേട്ടോ. ഓക്കെ, സം ഓഫ് റൂട്ട്സ് ഇവിടെ 2ഉം അതുപോലെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? -3ഉം ആണ്. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് സംഖ്യകളുടെ സമ്മ് 2 വരണം, അതുപോലെ പ്രോഡക്റ്റ് -3ഉം വരണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമുക്ക് ഗസ് ചെയ്ത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഏതൊക്കെയാണ്? 3ഉം -1ഉം. ഓക്കെ, റൂട്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? 3ഉം -1ഉം. അതിൻ്റെ സം എന്ന് പറയുന്നത് എന്ത് വരും? 2 വരും. പ്രോഡക്റ്റ് -3ഉം വരും. ഒന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3ഉം -1ഉം ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ അതിൽ സ്റ്റാൻഡേർഡ് ജനറൽ ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ജനറൽ ഫോർമാറ്റായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ രണ്ട് വാല്യൂസ് തിരഞ്ഞെടുക്കുകയാണ്. ഇതായിരിക്കും ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് 4 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈ ഓപ്ഷൻസ് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് ഐഗൻ വാല്യൂ കണ്ടെത്താമെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, നമ്മൾ അവസാനം ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഐഗൻ വാല്യൂസിൻ്റെ. എന്തായിരുന്നു? എപ്പോഴും ഐഗൻ വാല്യൂസിൻ്റെ ട്രൈസ് എന്ന് പറയുന്നത്, അതായത് സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആയിരിക്കുമെന്നും അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആയിരിക്കുമെന്ന് പഠിച്ചു. ട്രൈസ് ഇവിടെ എത്രയാ? 1 + 1 എത്രയാണ്? 2 ആണ് ട്രൈസ് വരുന്നത്. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തപ്പോൾ -3 എന്നും കിട്ടി. ഓക്കെ, രണ്ട് ഐഗൻ വാല്യൂസ് ആണ് ഒരു 2x2 മെട്രിക്സിന് വരുന്നത്. ആ ഐഗൻ വാല്യൂസിൻ്റെ സമ്മ് 2ഉം പ്രോഡക്റ്റ് -3ഉം ആണ് വരുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലെ ഐഗൻ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 2ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -3ഉം കിട്ടുന്ന ആൻസർ തിരഞ്ഞെടുക്കണം. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ സം എന്താ വരുന്നത്? 3ഉം -1ഉം അല്ലേ. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 3 - 1 എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നുണ്ട്? സമ്മ് 2 വരുന്നുണ്ട് അല്ലേ. ഇനി പ്രോഡക്റ്റ് ആണെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3 × -1 ചെയ്യുമ്പോൾ -3 എന്നും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, ഇനി ബാലൻസ് ഉള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. 1 1 വരാൻ സാധ്യതയുണ്ടോ? സമ്മ് 2 വന്നിട്ടുണ്ട്, പക്ഷേ പ്രോഡക്റ്റ് -3 വരുന്നുണ്ടോ? ഇല്ല. ആയതിനാൽ ഓപ്ഷൻ ബി ഒഴിവാക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കൂ. സം എന്താ വരുന്നത്? -3 + 1. -3 + 1 എന്ന് പറഞ്ഞാൽ -2 ആണ് വരുന്നത്. നമുക്ക് വേണ്ടത് എന്താ? +2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷനും ക്യാൻസൽ ചെയ്യുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എടുക്കുകയാണെങ്കിലോ സം എന്താ വരുന്നത്? 4ഉം -2 എന്ന് പറയുമ്പോൾ 2 സമ്മ് കിട്ടുന്നുണ്ട് അല്ലേ. സമ്മ് 2 വരുന്നുണ്ട്, പക്ഷെ പ്രോഡക്റ്റ് -8 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സമ്മ് 2ഉം പ്രോഡക്റ്റ് -3ഉം വരുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാതെ തന്നെ. പക്ഷേ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏത് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത്രയും വ്യക്തമായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 3ഉം -1ഉം. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വിലകൾ കണ്ടെത്തുക.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ത് വരുന്നു? ലാംഡ സ്ക്വയർ മൈനസ് ട്രൈസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഇതുപോലത്തെ ഒരു ചോദ്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ട്രൈസ് എത്രയാ? ട്രൈസ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണലിലുള്ള എലമെൻസിൻ്റെ സമ്മ്, അതായത് 2 + 3 5 വരും. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 2 × 3 - 2 × 1 ദാറ്റ് ഈസ് 6 - 2 4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത് എന്താണ്? ലാംഡ സ്ക്വയർ -5 ലാംഡ + 4 = 0 എന്നാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമ്മ് എന്ന് പറയുന്നത് 5ഉം പ്രോഡക്റ്റ് 4ഉം കിട്ടും. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഒന്ന് ഗസ് ചെയ്യൂ. സമ്മ് 5ഉം അതുപോലെ പ്രോഡക്റ്റ് 4ഉം കിട്ടുന്ന ഏതൊക്കെയാണ്? 4ഉം 1ഉം ആണ് അല്ലേ? ഓക്കെ, 4ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ സമ്മ് 5 വരുന്നുണ്ട്, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് 4ഉം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4ഉം 1ഉം ആണ് ഐഗൻ വാല്യൂസ് എന്ന് പറയാം. നമ്മൾ നോർമലി -b + or -√b² - 4ac എന്നൊക്കെ 4ac / 2a എന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂട്ട്സ് ഒക്കെ ഫൈൻഡ് ചെയ്യുക അല്ലേ? പക്ഷെ നമുക്ക് അത്രയ്ക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഐഗൻ വാല്യൂസ് 4ഉം 1ഉം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു 3/3 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനാണ് ചോദ്യം. 3/3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ലാംഡ ക്യൂബ് - ട്രൈസ് ലാംഡ സ്ക്വയർ + a11 + a22 + a33 × ലാംഡ - ഡിറ്റർമിനൻ്റ് a = 0 എന്നാണ്. ഇതിൽ ട്രൈസ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ സം എടുക്കുന്നു. ഏതൊക്കെയാണ്? 2 - 5 + 3 വരുന്നു, 0 ആണ് കിട്ടുന്നത്. ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? നോക്കൂ, 2 ഇൻറ്റു ഇതിൻ്റെ ഇതൊരു 2/2 മെട്രിക്സ് ആണല്ലോ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്? -5 × 3 - 0 × 0. അങ്ങനെ നമുക്ക് 2 × -15 എന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ഇടണം. മൈനസും മൈനസും കൂടി ചേർന്നിട്ട് +3 എന്നാവും. ഓക്കെ, ദെൻ ആ കോളവും ആ റോയും ഇൻക്ലൂഡ് ചെയ്യുന്ന ടേംസ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് ബാലൻസ് ഉള്ളത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 3 6 കിട്ടും. 6 - 0 അങ്ങനെയാണ് 3 × 6 ഇവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പിന്നെ 0 വെച്ച് ചെയ്യുന്ന സമയത്ത് 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് -12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യുന്നു. ട്രൈസ് 0 എന്ന് കിട്ടിയിട്ടുണ്ട്, ഡിറ്റർമിനൻ്റ് -12 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഏതൊക്കെ ടേംസ് വേണം? അഡ്ജോയിൻറ്റ് വേണം അല്ലേ? a11 a22 a33 ഇവ ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെയാണ് നോക്കിക്കോളൂ. ആദ്യം a11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ് ഏതാണ്? ഇവിടെ 2 ആണ്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്? -5 × 3 എന്ത് വന്നു? -15 -0 × 0 0. ഇപ്പോൾ നമുക്ക് -15 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി a22 ഫൈൻഡ് ചെയ്യാം. a22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും റെപ്രസെൻറ്റ് ചെയ്യുന്ന എലിമെൻറ്റ് ഏതാണ്? ഇതാണ്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും നമ്മൾ ഒഴിവാക്കുന്നു, എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്, അതായത് 2 × 3 ചെയ്യണം, 6 കിട്ടും. -0 × 0 0 എന്ന് വന്നു. 6 - 0 ദാറ്റ് ഈസ് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് a33 ഫൈൻഡ് ചെയ്യാം. അതായത് തേർഡ് റോ തേർഡ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ്, തേർഡ് റോയും ആയിരിക്കണം, തേർഡ് കോളവും റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ് 3. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × -5 -10 കിട്ടും. -3 × 2 -6 ആണ്, അപ്പോൾ +6 എന്ന് വരും. -10 + 6 -4. ഓക്കെ, ഇനി അതിൻ്റെ എല്ലാം കൂടി സമ്മാണ് ഏത്? -13 എന്ന് പറയുന്നത്. ടോട്ടൽ നമുക്ക് -13 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറയുന്ന ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് -13 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കൂ, ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് ട്രൈസ് ആണ്. ട്രൈസ് ഇവിടെ 0 ആണ്, അതുകൊണ്ട് ലാംഡ സ്ക്വയർ എന്നുള്ള ടേം ഇല്ല. ദെൻ ലാംഡയുടെ കോയിഫിഷ്യൻറ്റ് ഏതാണ്? നമുക്ക് കിട്ടിയ -13 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ഡിറ്റർമിനൻ്റ് വാല്യൂ -12 ആണ്, മൈനസും മൈനസും കൂടി ചേർന്നിട്ട് +12 എന്ന് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാംഡ ക്യൂബ് -13 ലാംഡ +12 = 0. ഇതാണ് ഈ ഒരു മെട്രിക്സിൻ്റെ
കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്. 2, 3, xy എന്ന മെട്രിക്സിൻ്റെ ഐഗൺ വിലകൾ 4, 8 എന്നിവയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വില കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നോക്കൂ, സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആണ്. ഓക്കെ, അതിവിടെ എത്രയാ? 12 ആണ്. എങ്ങനെ 12 കിട്ടിയിട്ടുള്ളത്? ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഐഗൺ വാല്യൂസ് 4ഉം 8 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 4 + 8 12ഉം അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് അത് ഡിറ്റർമിനൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഐഗൺ വാല്യൂസ് തന്നിട്ടുണ്ട് 4ഉം 8ഉം. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 32. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം? ട്രൈസ് 12 ആണ്, ഡിറ്റർമിനൻ്റ് വാല്യൂ 32 ആണെന്നും പറയാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ഡയഗണലിലുള്ള എലമെന്റ്സിന് സം ആണ് അല്ലേ? അതായത് 2ഉം വൈയും ആണ് മെയിൻ ഡയഗണലിലുള്ള എലമെന്റ്സ്. അതിന്റെ സം എന്ന് പറയുമ്പോൾ 2 + y വരും. 2 + y 12 ആണ്. ഓക്കെ, ട്രേസ് 12 ആണ്. 2 + y 12 ആണെങ്കിൽ വൈയുടെ വാല്യൂ അതിൽ നിന്ന് നമുക്ക് 12 - 2 ദാറ്റ് ഈസ് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കാണണ്ടേ? അതിനായിട്ട് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് 32 ആണല്ലോ, അത് ഡിറ്റർമിനന്റിന് ഈക്വൽ ആണ്. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ? 2 × y - 3 × x അല്ലേ? ഓക്കെ, 2y - 3x ആണ് ഡിറ്റർമിനന്റ് വാല്യൂ ആയ 32. ഇതിൽ നമുക്ക് വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 10 ചെയ്തപ്പോൾ 20 എന്ന് കിട്ടിയിട്ടുണ്ട്. 20 - 3x ആണ് 32. എങ്കിൽ 3x എന്ന് പറയുന്നത് എന്ത് വരും? 32. 20 - 32 വരും അല്ലേ? ഇതിൽ നിന്ന് 3x എന്ന് സോൾവ് ചെയ്യുമ്പോൾ 3x = -12 എന്നും x = -4 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? -4ഉം അതുപോലെ വൈയുടെ വാല്യൂ 10ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഐഗൺ വാല്യൂസ് തന്നിട്ട് അതിൽ ഏതെങ്കിലും എൻട്രീസ് നമുക്ക് അൺനോൺ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇത് പഠിക്കാം. അടുത്ത ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2016 നടന്നിട്ടുള്ള HSA മാത്തമാറ്റിക്സിൻ്റെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വിലകളുടെ തുക എത്ര? ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ഐഗൺ വിലയുടെ തുകയാണ്. എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഐഗൺ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ട്രൈസിന് ഈക്വൽ ആണ് അല്ലേ? ഓക്കെ, സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ട്രൈസിനും പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് വാല്യൂവിനും ഈക്വൽ ആണ്. ഇവിടെ അപ്പോൾ എന്താ വരുന്നത്? ട്രൈസ് എന്താ? മെയിൻ ഡയഗണലിലുള്ള എലമെന്റ്സിൻ്റെ സം എടുത്താൽ മതി. 2, 3, 4, 1 ഇതാണ് മെയിൻ ഡയഗണലിലുള്ള എലമെന്റ്സ് അല്ലേ? അതിൻ്റെ സം എടുക്കുന്നു. 2 + 3 + 4 + 1 ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 2024 ജാനുവരി മന്തിൽ ഒരു NCD എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. 3x3 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ട്രേസ് എത്ര എന്നാണ് ചോദ്യം. കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. മെട്രിക്സ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ഇതിൻ്റെ ട്രേസ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രേസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? മെയിൻ ഡയഗണലിലുള്ള എലമെന്റ്സ് സം ചെയ്താൽ മതി. മെയിൻ ഡയഗണലിൽ ഇവിടെ 1, 4, 6 ആണ്. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ 1 + 4 + 6 ദാറ്റ് ഈസ് 11 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ. 2024 ജാനുവരി മന്തിൽ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ചോദ്യങ്ങളാണ് ഐഗൺ വാല്യൂസിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. അതിലടുത്ത ചോദ്യമാണ് എ എന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ്. കണ്ടോ, ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഗൺ വാല്യൂസിന് വേറെ മലയാളം വേർഡൊന്നും ഇല്ല, ഇതുപോലെ മലയാളത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ, ഐഗൺ വാല്യൂസ് ഏതൊക്കെയാണ്? λ1, λ2 എക്സെട്ര, അങ്ങനെ λn ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? λ1 × λ2 × λ3 × എക്സെട്ര λn. ഓക്കെ, ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡിറ്റർമിനന്റിന് ഈക്വൽ ആയിരിക്കും അല്ലേ? സം ഓഫ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ട്രൈസിനും പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റിനും ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, x³ - x + 2 = 0 ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയ മെട്രിക്സിൻ്റെ ഓർഡർ എത്ര? ഓക്കെ, x³ - x + 2 = 0 എന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയ മെട്രിക്സിൻ്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി 2 ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും.
ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഡിഗ്രി 3 വരുന്നൊരു പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ എന്താ? 3/3 മെട്രിക്സ് ആണല്ലേ. ഓക്കെ, മെട്രിക്സിൻ്റെ ഓർഡർ n ക്രോസ് n ആണെങ്കിൽ, സ്ക്വയർ മെട്രിക്സ് അല്ലേ n ക്രോസ് n ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n ആയിരിക്കും. ഇവിടെ ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ, മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 3 ക്രോസ് 3. ഇതും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളാണ് കേട്ടോ ഐഗൺ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് 2024 ഓഗസ്റ്റ് മന്തിൽ നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. എ എന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് 2, 6, -3 എന്നിവയാണ്. ഓക്കെ, എ എന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് തന്നിട്ടുണ്ട് 2, 6, 3. ഡിറ്റർമിനൻ്റ് വാല്യൂ -36ഉം ട്രേസ് വാല്യൂ -2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് ഉണ്ട്, അറിയാം എന്താ? ട്രേസ് എന്ന് പറയുന്നത് എന്താ? സം ഓഫ് ഐഗൺ വാല്യൂസിന് ഈക്വലും ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസിന് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. സം ഓഫ് ഐഗൺ വാല്യൂ ട്രേസും പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ഡിറ്റർമിനൻ്റ് ആണ് തന്നിട്ടുള്ളവയിൽ. സം ഓഫ് ഐഗൺ വാല്യൂസ് എന്താ? 2, 6, -3 ആണ് ഐഗൺ വാല്യൂസ്. അതിൻ്റെ സം എന്ത് വന്നു? 5 വന്നു. ട്രേസ് എന്ന് പറയുന്നത് എന്താ? -2 ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അല്ലേ. സം ഓഫ് ഐഗൺ വാല്യൂ ട്രേസിനോട് ഈക്വൽ ആവണ്ടേ? ഓക്കെ, പക്ഷെ ഇവിടെ സം ഓഫ് ഐഗൺ വാല്യൂ 5ഉം ട്രേസ് -2 ആണ്. അപ്പോൾ എന്തായില്ല? ഈക്വൽ ആയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, സോറി എ അല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ബി ആണ്. ട്രേസ് -2 എന്നല്ലേ. ഓക്കെ, ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ റോങ് ആണ്. ഇനി നമുക്ക് എയുടെ കാര്യം നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2, 6, -3 ആണ് ഐഗൺ വാല്യൂസ്. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു? 36 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഡിറ്റർമിനൻ്റ് എത്രയാ? -36 ആണ്. ഓക്കെ, -36 കേട്ടോ. ഡിറ്റർമിനൻ്റ് -36 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടും ഈക്വൽ അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഡിറ്റർമിനൻ്റ് എക്ക് ഈക്വൽ ആണ് അല്ലേ. ഈ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഓപ്ഷൻ ഏത് വരും? അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്? എ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ശരിയാണല്ലേ. ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. എ ശരിയും ബി തെറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഇത് ഐഗൺ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഒരു 3 ക്രോസ് 3 മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ -4 ആണ്. ഓക്കെ, പിന്നെ എയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളൊരു 3 ക്രോസ് 3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ പഠിച്ചു. അതിൽ അഡ്ജോയിൻ്റ് ഒക്കെ ഫൈൻഡ് ചെയ്യണം അല്ലേ. കുറച്ച് ടാസ്ക് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇക്വേഷൻ വെച്ച് പോവുകയാണെങ്കിൽ, അതല്ലാതെ നമുക്ക് 4 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ വെച്ച് ആൻസർ കണ്ടെത്താം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതാണ് ഒരു 3 ക്രോസ് 3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഡയഗണലിലുള്ള എലിമെൻസിൻ്റെ സമ്മാണ് അല്ലേ. മെയിൻ ഡയഗണൽ ഏതൊക്കെയാണ്? 2, -6, 1 ആണ്. അത് ടോട്ടലി ആഡ് ചെയ്യുന്ന സമയത്ത് -3 എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ട്രേസ് എന്ന് പറയുന്നത് -3 ആണ്. അതുപോലെ ഡിറ്റർമിനൻ്റ് വാല്യൂ, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? -4 ആണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് വാല്യൂ -4 ആണ്. ഇനി ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലാംഡയുടെ ടേം ഇല്ല. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത്, ലാംഡയുടെ കോഎഫിഷ്യൻ്റ് അവിടെ എന്താ? അല്ലെങ്കിൽ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ട്, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റും ഉണ്ട്. പക്ഷേ എക്സ് എന്നൊരു ടേം അവിടെ മിസ്സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ അഡ്ജോയിൻ്റ് A11 + A22 + A33 ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂസ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ. ഓപ്ഷൻസ് കമ്പയർ ചെയ്യുക. ഓപ്ഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ എല്ലാ ഓപ്ഷൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടേം നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ട. ബാലൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ട്രേസിൻ്റെ വാല്യൂം ഡിറ്റർമിനൻ്റ് വാല്യൂം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് എത്രയാണ്? -3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു ലാംഡ സ്ക്വയർ. ഓക്കെ, പിന്നെ ലാംഡയുടെ കോഎഫിഷ്യൻ്റ് 0 ആയി. ദെൻ കോൺസ്റ്റൻറ്റ് ടേം, മൈനസ് കോൺസ്റ്റൻറ്റ് ടേം ആണ്. അത് മൈനസ് ഡിറ്റർമിനൻ്റ് വാല്യൂ, അതായത് -4 വന്നു. ഇതൊന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് ലാംഡ ക്യൂബ് +3 ലാംഡ സ്ക്വയർ +4 = 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സ് അതുപോലെ ഡിറ്റർമിനൻ്റ് വാല്യൂം
ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ഐഗൻ വാല്യൂ എന്നൊരു ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് എല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുവരെ പ്രീവിയസ്ലി HSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്